എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നമുക്കറിയാം റയൽ മാഡ്രിഡ് ഈ ഒരു നെക്സ്റ്റ് സമ്മറിൽ അല്ലാന്നുണ്ടെങ്കിൽ ജനുവരിയിലൊക്കെ സൈൻ ചെയ്യാൻ നിൽക്കുന്ന ഒരു പ്ലെയറാണ് ഈ ഒരു അലക്സാണ്ടർ ആർണോൾഡ് എന്ന് പറയുന്നത്. ഈ ഒരു അർണോൾഡിന്റെ കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അർണോൾഡിന്റെ കോൺട്രാക്ട് ഈ ഒരു വരുന്ന സമ്മറോട് കൂടി അവസാനിക്കുകയാണ് ലിവർപൂള്. അതിനുശേഷം ഫ്രീ ഏജന്റ് ആയിക്കാണ്ടാണ് റയൽ കൊണ്ടുവരാൻ നിൽക്കുന്നത്. അതിന് മുന്നേ ഈ ഒരു ജനുവരിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് കൊണ്ടുവരാമല്ലോ എന്നൊക്കെ. പക്ഷെ ഈ ഒരു സാഹചര്യം വരെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അലക്സാണ്ടർ അർണോൾഡിൽ നടക്കാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അർണോൾഡ് എന്ന് പറയുന്നത് റയലിന് വേണ്ടി ആ ഒരു പൊസിഷനിക്ക് വേണ്ട സ്റ്റൈലിലുള്ള ഒരു പ്ലെയർ അല്ല. കൂടുതലായിട്ടും അറ്റാക്കിംഗ്ലി മികച്ചായിട്ടുള്ള ഒരു പ്ലെയറാണ് ഈ ഒരു അർണോൾഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം ആസ് ഒരു ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് മിഡ്ഫീൽഡർ ആയിങ്ങാണ്ടോ അല്ലെങ്കിൽ സെൻട്രൽ മിഡ്ഫീൽഡർ ആയിക്കൊണ്ടോ ഈ ഒരു അർണോൾഡിനെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ സെറ്റാണ്. പക്ഷേ ഈ റൈറ്റ് ബാക്ക് എന്നുള്ള കാര്യത്തിൽ അർണോൾഡിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ എന്നുള്ളത് എന്തായാലും ഡിഫൻസ് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്കറിയാം ഈ ഒരു ലിവർപൂളിന്റെ പ്രശ്നങ്ങൾ തന്നെ അഗെയിൻസ്റ്റ് റയലിനെതിരെ തന്നെ ആ ഒരു ഫൈനലിലൊക്കെ ഈ ഒരു മേജർ തോൽവിക്ക് ആ ഒരു 2022 ഫൈനലിലൊക്കെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗോൾ വരാനുള്ള റീസൺ തന്നെ അർണോൾഡ് ആയിരുന്നു. അങ്ങനത്തെ ഒരു പ്ലെയറാണ്. എനിക്ക് പേഴ്സണലി ഈ ഒരു അർണോൾഡ് ടു റയൽ മാഡ്രിഡിനുള്ള ട്രാൻസ്ഫർ ആസ് എ റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് അർണോൾഡിനെ ഞാൻ പരിഗണിക്കില്ല എന്നേ പറയുള്ളൂ. കാരണം ആ ഒരു ഡിഫെൻസീവിലുള്ള പ്രശ്നങ്ങൾ ഓൾറെഡി റയൽ മാഡ്രിഡ് കുന്നുകോളുണ്ട്. ആ ഒരു കുന്നുകോളത്തിലേക്ക് എന്തായാലും പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫെൻസീവ്ലി ബെറ്റർ ആയിട്ടുള്ള പ്ലെയറിനെയാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ റയൽ മാഡ്രിഡായിട്ട് ലിങ്ക് വരുന്ന ഒരു പ്ലെയറാണ് ജോഷുവ കിമ്മിച്ച് എന്ന് പറയുന്നത്. ഈ ഒരു കിമ്മിച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആളൊരു വേഴ്സറ്റൈൽ പ്ലെയറാണ്. ഇപ്പോൾ വാൽവർത്തെ കളിക്കണമാതിരി തന്നെ CMF, DMF, റൈറ്റ് ബാക്ക് എന്നുള്ള പൊസിഷനിലൊക്കെ കളിക്കാൻ കഴിവുള്ള ഒരു പ്ലെയറാണ് ജോഷുവ കിമ്മിച്ച്. അതുകൊണ്ട് തന്നെ ഈ ഒരു റൈറ്റ് ബാക്കിൽ നമുക്കറിയാം ബയണിലൊക്കെ കുറേ കാലം റൈറ്റ് ബാക്കിൽ കളിക്കുന്നുണ്ട്. ഇപ്പോഴും ബയണിൽ റൈറ്റ് ബാക്ക് തന്നെയാണ് ഈ ഒരു കിമ്മിച്ച് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു റൈറ്റ് ബാക്കിൽ നല്ല രീതിയിൽ അറ്റാക്കിംഗ്ലി നല്ല മികച്ചതായിങ്ങാണ്ട് കളിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഡിഫെൻസീവ്ലി നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു റൈറ്റ് ബാക്ക് ആയിങ്ങാണ്ട് സൈൻ ചെയ്യാൻ പറ്റണ ഈ ഒരു പ്ലെയറാണ് ജോഷുവ കിമ്മിച്ച്. ഈ ഒരു അർണോൾഡ് VS കിമ്മിച്ച് എന്നുള്ള പ്ലേയേഴ്സ് വരുമ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ റയൽ ഏത് പ്ലെയറിനെ സൈൻ ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുക? ഞാനാണെന്നുണ്ടെങ്കിൽ കിമ്മിച്ചിനെ വേണമെന്നേ പറയുള്ളൂ. ഈ ഒരു കിമ്മിച്ചിനെ ഇപ്പോൾ ഈ ഒരു 2-3 ദിവസത്തിനുള്ളിലാണ് കിമ്മിച്ച് ടു റയൽ മാഡ്രിഡ് അങ്ങനെ റൂമർ വന്ന് തുടങ്ങുന്നത്. അത് ഒഫീഷ്യൽ സോഴ്സ് ഒന്നല്ല. പക്ഷെ ബയണിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഒരു അത്യാവശ്യം റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് തന്നെയാണ് ക്രിസ്ത്യൻ ഫാൾക്ക് എന്ന് പറയുന്ന ജർമ്മൻ ജേർണലിസ്റ്റ്. അപ്പോൾ മൂപ്പരാണ് ഈ ഒരു വിവരം ആദ്യമായിട്ട് പുറത്തു വിടുന്നത്. ഈ ഒരു റയല് ഈ ഒരു കിമ്മിച്ചിനെ ടാർഗറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ ഈ ഒരു ഇങ്ങനത്തെ ഒരു റൂമർ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് എനിക്ക് നേരത്തെ തോന്നിയാണ്. കാരണം അർണോൾഡിന്റെ കാര്യങ്ങൾ കൈവിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും റയൽ മാഡ്രിഡ് വേറൊരു പ്ലെയറിനെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരും. അങ്ങനത്തെ ഒരു പ്ലെയർ ആവാനാണ് കിമ്മിച്ചിന് ചാൻസ് കൂടുതൽ എന്നുള്ളത് പറയുന്നത്. അതുപോലെ തന്നെ ഒരു കിമ്മിച്ചിനെ റയൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ബയണിന് ഇത്രയും ഇതൊക്കെ കടന്നു കാണേണ്ട റയൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ റയലിന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കും തന്നെ ഒരു വേഴ്സറ്റൈൽ പ്ലെയറാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റയലിനെ അറിയാം, നമുക്ക് ഒരു സീസണിൽ ഇപ്പം 2-3 സീസണൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റയലിന് കുറേ അധികം ഇഞ്ചുറീസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റൈറ്റ് ബാക്കിലാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു സീസണിലാണെന്നുണ്ടെങ്കിൽ കർവാലിന് ഇഞ്ചുർഡ് ആണ്. എഡർമിൽറ്റാവ് പരിക്ക് കഴിഞ്ഞ് വന്നുകൊണ്ട് പിന്നെ ഇഞ്ചുറി ലിസ്റ്റിലേക്ക് കയറി പറ്റിയിരിക്കുന്നത്. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ചിലപ്പോൾ റിട്ടേൺ വന്നിരിക്കണം. അങ്ങനെ ഒരു കാര്യങ്ങളാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചെറിയ ചെറിയ ഇഞ്ചുറീസ് ആയിട്ട് ഇപ്പോൾ കമവിംഗ, ചുവമ്മിനി, ഇതിനു മുന്നേ വിനീഷ്യസിന് അങ്ങനെ കുറേ ഇഞ്ചുറീസ് വരും. ആ ഒരു സാഹചര്യത്തിലൊക്കെ മിഡ്ഫീൽഡിൽ എവിടെ വേണമെങ്കിലും അതുപോലെ തന്നെ ആ റൈറ്റ് ബാക്ക് പൊസിഷനിലും കളിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ഈ ഒരു കിമ്മിച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അധികം ഇഞ്ചുറി റെക്കോർഡ്സ് ഒന്നും ഇല്ലാത്തൊരു പ്ലെയറാണ് കിമ്മിച്ച്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ആ ഒരു പ്ലെയറിനെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും. അത് കൂടാതെ തന്നെ ഈ ഒരു കർവാലിൽ റിട്ടേൺ വരുമ്പോൾ ആ ഒരു കർവാലിനെ റൈറ്റ് ബാക്ക് കളിപ്പിച്ചുകൊണ്ട് ഈ ഒരു കിമ്മിച്ചിനെ വേണമെങ്കിൽ മിഡ്ഫീൽഡിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ട്രാൻസ്ഫർ സാഗിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ട്രാൻസ്ഫർ നടക്കും എന്നുള്ളത് ഒരിക്കലും ഞാൻ ഉറപ്പ് പറയില്ല. ഈ ഒരു ക്രിസ്ത്യൻ ഫാൾക്ക് എന്ന് പറയുന്ന ജർമ്മൻ ജേർണലിസ്റ്റാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഞാനിത് പറയാൻ കാരണം ഈ ഒരു ജേർണലിസ്റ്റ് എന്ന് പറയുന്നത് ബയണിനോട് അത്രയും അടുത്ത് നിൽക്കുന്ന ഒരു ജേർണലിസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു ട്രാൻസ്ഫർ ഒന്നും നടക്കാൻ വല്ല ചാൻസ് ഉണ്ടോ? ഇനി അർണോൾഡിനെ കിട്ടിയിട്ടില്ല എനിക്ക് തോന്നുന്നത് എന്തായാലും ഒരു പരിഗണന കിമ്മിച്ചിന് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ കിമ്മിച്ചിനെ ബയണിന് വിട്ടു തരുമോ എന്നുള്ളത്
അത്ര പ്രഡിക്റ്റബിൾ അല്ല. കാരണം കിമ്മിച്ച് ഒരു കീ പ്ലെയറാണ് ബയണിനെ സംബന്ധിച്ചിടത്തോളം. ഏകദേശം ഒരു ഡെക്കേഡോളം കാലം ഇപ്പോൾ ഈ ഒരു കിമ്മിച്ച് ബയണിൽ കളിക്കൽ തുടങ്ങിയിട്ട്. അപ്പോൾ അത്യാവശ്യം യങ് ആണ് ഇപ്പോഴും ഈ ഒരു കിമ്മിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക. ഓക്കെ.